ഹാൻഡ് വീവ്ഡ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിനകത്തേക്ക് വന്നിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള 4 ടോപ്പുകളാണ് നമ്മുടെ ഇന്നത്തെ പ്രൊഡക്റ്റ് നമ്മുടെ ഓൺ ബ്രാൻഡ് ഫ്ലോറിസ്റ്റയിലേക്ക് വന്നിരിക്കുന്ന കേട്ടോ. ഇതിന്റെ ബേസ് കളർ ആയിട്ട് വന്നിരിക്കുന്ന എല്ലാം സെയിം തന്നെയാണ്. അതിനകത്തേക്ക് വരുന്ന ത്രെഡ് ബുട്ടാസിനകത്തായിട്ടോ കളർ ഡിഫറൻസ് വരുന്നത്. ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് പറഞ്ഞാൽ നല്ലൊരു രസമുള്ള ഒരു മെറൂൺ ഷെയ്ഡാണ്. ഇത് വരുന്ന ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ്. ഇത് വരുന്നത് നമ്മുടെ കോഫി ബ്രൗൺ ഷെയ്ഡാണ്. ഇത് വരുന്നത് ബ്ലാക്ക് ആണ്. അപ്പോൾ അതനുസരിച്ചാണ് നമ്മളിതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു എയറിംഗ് ടോപ്പ് വന്നിരിക്കുന്ന വൺ സൈഡ് പോക്കറ്റും ഒക്കെ ആയിട്ടാട്ടോ. ഇതിൻ്റെ ഒരു ഹൈലൈറ്റിന് വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു മിഡിൽ പാനലിൽ കൂടെ ആയിട്ട് ഒരു പൈപ്പിങ്, അതായത് ഇതിനകത്തേക്ക് ആ ബുട്ട വന്നേക്കുന്നത് മെറൂൺ കളർ ആയതുകൊണ്ട് തന്നെ മെറൂൺ ഷെയ്ഡിലേക്കുള്ള ഒരു പൈപ്പിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഷോ ബട്ടൺസും വരുന്നുണ്ട്, മിഡിൽ സ്ലിറ്റ് വരുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് ബോട്ടം വെച്ചിട്ടാണ് പെയർ ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഇത് സിമ്പിൾ എയർലൈൻ ടോപ്പ് ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. സ്ലീവിൻ്റെ എൻ പോർഷനിലേക്ക് ഒരു സോഫ്റ്റ് സിൽക്ക് ഫാബ്രിക്കാണ് നമ്മൾ ഇതിനകത്തേക്ക് പാച്ചായിട്ട് അറ്റാച്ച് ചെയ്തേക്കുന്നത്. 799 റേറ്റിലേക്കാണ് വരുന്നത്. ലൈനിങ് യൂസ് ചെയ്തിട്ടില്ല, നല്ല കട്ടിയുള്ളൊരു ഫാബ്രിക്കാണ് കേട്ടോ. അപ്പോൾ ഈ മെറൂണിന് കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്ന ഡബിൾ ഷെയ്ഡിലേക്ക് വരുന്ന നമ്മുടെ ഡാർക്ക് മെറൂണിൻ്റെ ദുപ്പട്ടയും കൂടെ ഉണ്ട് കേട്ടോ. എക്സാക്ട്ലി, അതായത് കറക്റ്റായിട്ട് തന്നെ നമുക്കിത് 3 പീസ് സെറ്റ് ഒക്കെ ആയിട്ട് ഇടുന്നവർക്കാണെങ്കിൽ അങ്ങനെ കറക്റ്റ് മാച്ചിങ് ആണ്. കാരണം ഇതിനകത്തേക്കും കൂടെ ഒരു ബ്ലാക്ക് കളറിലെ ത്രെഡ്സിൻ്റെ ഒരു വീവിങ് വരുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദുപ്പട്ടയാണ് ഡാർക്ക് മെറൂൺ, അതിനകത്തേക്ക് ബ്ലാക്ക് കളറിലെ ആ ഒരു ത്രെഡ് വീവിങ് വരുന്നുണ്ട്. അടിപൊളിയായിട്ടൊരു കോമ്പിനേഷൻ ആയിട്ട് 3 പീസ് സെറ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം. നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് ഇതിൻ്റെ ബേസ് കളർ സെയിം തന്നെ. ഇതിനകത്തേക്ക് വന്നേക്കുന്ന ബുട്ട വീവിങ് ഡാർക്ക് ബ്ലൂ ആട്ടോ. നമ്മുടെ നേവി ബ്ലൂവും റോയൽ ബ്ലൂ കൂടെ മിക്സ് ചെയ്ത് വന്നേക്കുന്ന കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡാണ്. സെയിം പാറ്റേണിലേക്ക് തന്നെ ഫ്രണ്ടിലേക്കായിട്ട് ഷോ ബട്ടൺസും പൈപ്പിങ്ങും. ഇത് ഞാൻ ബോട്ടം ഇല്ല, നമുക്കൊരു സിംഗിൾ പീസ് ഒരു എയർലൈൻ ടോപ്പ് എന്ന് പറയുന്ന ഡ്രസ്സായിട്ടൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഈ ഒരു രീതിയിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ കോൺട്രാസ്റ്റ് ആയിട്ട് നമ്മൾ ബോട്ടം വെച്ച് പെയർ ചെയ്യുന്നവർക്ക് റോയൽ ബ്ലൂ ഇതിന് ഓൾമോസ്റ്റ് സെയിം ആയിട്ട് തന്നെ മാച്ചിങ് ആണ്. ഇനിയിപ്പോൾ സ്ലബ് സിൽക്കോ ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ബോട്ടംസ് വെച്ചിട്ട് നമുക്ക് പെയർ ചെയ്യാം കേട്ടോ. ഇതിന് തന്നെ നമുക്ക് ദുപ്പട്ടയും നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. നമ്മുടെ സെയിം കോമ്പിനേഷൻ തന്നെ നേവി ബ്ലൂ ആൻഡ് റോയൽ ബ്ലൂവിൻ്റെ കോമ്പിനേഷനിലേക്ക് വന്നേക്കുന്നത് നമ്മുടെ ദുപ്പട്ടയും നമുക്ക് അവൈലബിൾ ആണ്. 3 പീസ് സെറ്റ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യണമെന്നുള്ളവർക്ക് ഇങ്ങനെ. ഷെയ്ഡ് വന്നേക്കുന്നത് മെയിനായിട്ട് ബുട്ടാസ് വന്നേക്കുന്നത് നമ്മുടെ ഒരു കോഫി ബ്രൗൺ ഷെയ്ഡിലേക്കാട്ടോ. നമ്മുടെ കോഫി ബ്രൗൺ ആൻഡ് ഒരു ഗ്രേപ്പ് മിക്സ് ചെയ്ത് വന്നേക്കുന്ന താർലാഫറിൻ്റെ ബോട്ടത്തിൻ്റെ കൂട്ടത്തിലേക്ക് ഞാനിത് പെയർ ചെയ്തേക്കുന്നത്. അടിപൊളിയായിട്ട് വന്നേക്കുന്ന പാറ്റേൺ സിമ്പിൾ ആൻഡ് കാഷ്വൽ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം 799 റേറ്റിലേക്ക്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് ഇതിനകത്തേക്ക് വന്നേക്കുന്ന ത്രെഡ്സ് ബ്ലാക്ക് ആട്ടോ. എല്ലാം തന്നെ അടിപൊളിയായിട്ട് വന്നേക്കുന്ന ഷെയ്ഡുകളാണ്. ഇപ്പോൾ ബ്ലാക്കിന് വേണമെങ്കിൽ നമുക്ക് ബ്ലാക്ക് കളറിൽ നമ്മുടെ ദുപ്പട്ടയും നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. ഇതിനകത്തേക്ക് നന്നായിട്ട് തന്നെ മാച്ച് ചെയ്യുന്ന നമ്മുടെ ഒരു ഫുള്ളായിട്ട് തന്നെ ഒരു കോട്ട പോലത്തെ ഒരു ഫാബ്രിക്കാണ്. അതിനകത്തേക്ക് നല്ല ഭംഗിയായിട്ട് എംബ്രോയിഡറി വർക്ക് ഫുള്ളായിട്ട് തന്നെ വന്നിരിക്കുന്ന ടാസൽസ് ഇതിനോട് തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ദുപ്പട്ടേഴ്സ് നമ്മുടെ സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്. ഈ 4 ടോപ്സിൽ ഏതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് പോലെ നമ്മുടെ വാട്സാപ്പിൽ കൂടെ നമുക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാവുന്നതാണ്.